എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 വർഷത്തെ കീം എക്സാം രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ മെഡിക്കൽ ആൻഡ് ഫാർമസി കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ട് റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകുന്നതിനായിട്ടുള്ള അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീഫണ്ടിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഈ ഒരു 11-ാം തീയതി വരെയാണ്, അതായത് ഫെബ്രുവരി 11-ാം തീയതി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സർക്കുലർ പ്രകാരം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിഫാം അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഫീസ് അടച്ചിട്ട് റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു റീഫണ്ട് ലഭിക്കുക. അപ്പോൾ അർഹതയുള്ള വിദ്യാർത്ഥികൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം 2023-24 അധ്യയന വർഷത്തേക്ക് ഈ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പരീക്ഷാ കമ്മീഷണർക്ക് ഫീസ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് തുക ബാങ്ക് അക്കൗണ്ട് വഴി തിരികെ നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ റീഫണ്ട് ലഭിക്കാൻ അർഹതയുള്ള വിദ്യാർത്ഥികൾ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ നൽകി പ്രവേശിച്ച് സബ്മിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഫെബ്രുവരി 11-ാം തീയതി വൈകിട്ട് 4 മണിക്കുള്ളിൽ ഓൺലൈനായിട്ട് സമർപ്പിക്കണം. അതായത് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഓൺലൈനായിട്ട് രേഖപ്പെടുത്തിയ ശേഷം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. തുടർന്ന് വരുന്ന പ്രിൻറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓൺലൈനായിട്ട് നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടങ്ങുന്ന ഒരു സ്ലിപ്പ് വെബ്സൈറ്റിൽ നിന്നും പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ഈ ഒരു പ്രിൻ്റ് ഔട്ട് ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യത്തിനായിട്ട് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അതായത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ടിന് അർഹതയുണ്ടെങ്കിൽ തുക ലഭ്യമാകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥി നൽകുന്ന ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വിദ്യാർത്ഥിയുടെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ പേരിലുള്ളതായിരിക്കണം. ഓൺലൈനായിട്ട് സമർപ്പിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണെന്ന് വിദ്യാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മാത്രമേ റീഫണ്ട് ലഭിക്കുള്ളൂ. സീറോ ബാലൻസ് അക്കൗണ്ട്, ബേസിക് സേവിംഗ് അക്കൗണ്ട്, ടൈനി അക്കൗണ്ട്, ജനപ്രിയ അക്കൗണ്ട്, അതായത് ജൻധൻ അക്കൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും റീഫണ്ട് ലഭിക്കുന്നതായിരിക്കില്ല. NRI അക്കൗണ്ടിലേക്കും റീഫണ്ട് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സേവിങ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. വിവരങ്ങൾ തെറ്റായി നൽകുന്നത് കാരണവും അതുപോലെ തന്നെ റീഫണ്ട് തുക ലഭിക്കാതിരുന്നാൽ ഈ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഉത്തരവാദിയാകുന്നതായിരിക്കില്ല. അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായി നൽകാത്തവരുടെ തുക ഇനിയൊരു അറിയിപ്പില്ലാതെ തന്നെ സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ പേരിലുള്ള ആ ഒരു സേവിംഗ് ബാങ്ക് അക്കൗണ്ടാണ് നൽകേണ്ടത്. സീറോ ബാലൻസ്, അതുപോലെ ജനപ്രിയ അക്കൗണ്ട്, അതുപോലെ NRI അക്കൗണ്ട്, അതുപോലെ ടൈനി അക്കൗണ്ട് ഇതുപോലുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ നൽകരുത്. നിങ്ങളുടെ സേവിംഗ് അക്കൗണ്ടാണ് നൽകേണ്ടത്. അതുപോലെ സീറോ ബാലൻസ് അക്കൗണ്ടും നൽകാൻ പാടുള്ളതല്ല. അപ്പോൾ റീഫണ്ട് ലിസ്റ്റ് മെഡിക്കൽ ആൻഡ് ബിഫാം എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ആ ഒരു PDF ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് റീഫണ്ടിന് അർഹതയുള്ളത്, അതുപോലെ തന്നെ എത്ര രൂപയാണ് നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് അർഹതയുള്ളത് എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് ലിസ്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങളുടേത് കറക്റ്റായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ പേരിലുള്ളതാണ് നൽകേണ്ടത്. അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകിയ ശേഷം ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ കറക്റ്റാണോ, അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നൽകിയത് കറക്റ്റാണോ, ഇതുപോലുള്ള അതുപോലെ ബാങ്കിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അതായത് IFSC കോഡ് ഇതുപോലുള്ളവയൊക്കെ കറക്റ്റായിട്ടാണോ നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഒരു 2 പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. കാരണം തെറ്റായി നൽകിക്കഴിഞ്ഞാൽ ആ ഒരു റീഫണ്ട് ലഭിക്കില്ല. ആ ഒരു പൈസ ഗവൺമെൻറ്റിലേക്ക് മുതൽ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നൽകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ ബാങ്ക് പാസ്ബുക്കിൻ്റെ ആ ഒരു ഫ്രണ്ട് പേജിൻ്റെ 2 ഭാഗത്തിൻ്റെയും കോപ്പി എടുക്കുക. കാരണം ചില ബാങ്കിൻ്റെ ആ ഒരു കവർ പേജിലായിരിക്കും അതിൻ്റെ IFSC കോഡ്, അതുപോലെ തന്നെ MICR കോഡ് ഇതുപോലുള്ള കോഡുകളൊക്കെ നൽകിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു 2 പേജിൻ്റെയും ആ ഒരു കോപ്പിയൊക്കെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അതായത് കോപ്പി അപ്ലോഡ് ചെയ്ത് നൽകണമെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അതായത് ആ ഒരു 2 പേജിൻ്റെയും സ്കാൻ ചെയ്ത കോപ്പി അപ്ലോഡ് ചെയ്ത് നൽകണം. ഒരു പേജിൻ്റെ മാത്രം നൽകാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ കാരണം അഥവാ 2
ചില ബാങ്കിൻ്റേത് ആ ഒരു കവർ പേജിലാണ് ആ ഒരു ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക. മറ്റേ ആ ഒരു സാധാ പേപ്പറിൽ ആ ഒരു ഭാഗത്തായിരിക്കും നിങ്ങളുടെ പേര് ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 2 പേജിൻ്റെയും കോപ്പി കറക്റ്റായിട്ട് എടുത്തിട്ട് വേണം അപ്ലോഡ് ചെയ്ത് നൽകാനായിട്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 11-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.